ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നവംബർ 13 സാറ്റർഡേ നൈറ്റ് പുലർച്ചെ നേരത്താട്ടോ ഞങ്ങൾ പിരുന്ന് ഈ മൈലാഞ്ചി ഇടണേ. അപ്പോൾ ഫറു ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ നഖത്തിൽ മൈലാഞ്ചി ഇടും കേട്ടോ. ഓർഗാനിക് മൈലാഞ്ചിയാണ് അവൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഇടും. അപ്പോൾ ഇന്ന് അവൾ മൈലാഞ്ചി ഇടുന്ന നേരത്തെ എന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ അയ്യോ നമുക്ക് ഇവിടെ വെറുതെ സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. പിന്നെ എനിക്കും ഇങ്ങനത്തെ സംഭവങ്ങളോട് നല്ല താല്പര്യമുള്ളതുകൊണ്ട് കുറച്ച് എൻ്റെ കയ്യിൽ വിട്ടു തന്നു കേട്ടോ. രാത്രി ഇപ്പോൾ എൻ്റെ കുറച്ചൊക്കെ പൊളിഞ്ഞു പോയി. കണ്ടില്ലേ, രാവിലെ ആയപ്പോഴേക്ക് നല്ല കളറായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അപ്പോൾ മെഹന്തി ഇടലല്ല, അത് ഇന്നലത്തെ ക്ലിപ്പിങ്സ് ഉണ്ടായത് ഞാൻ കുറച്ച് കാണിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ചുടാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഈ തണവൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടി പോവും. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പോയി ചിക്കൻ ചുടാം, പിന്നെ അവിടെ ഇങ്ങനെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് December 1 സൺഡേ ആണ്. ഇനിയിപ്പോൾ നാളെ December 2 3 ഇവിടെ നാഷണൽ ഡേ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നൈറ്റ് ഇപ്പോൾ പോകാമെന്ന് കേട്ടോ പ്ലാൻ. കാരണം നമുക്ക് നാളെ ഇപ്പോൾ ഇന്ന് ലേറ്റ് ആയിത്തേലും കുഴപ്പമില്ലല്ലോ, നാളെയൊക്കെ ലീവ് ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ഇന്ന് അതിന് വേണ്ടി ഇറങ്ങിയേക്കാട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് നല്ല മഴക്കാരാണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മഴ പെയ്യും തോന്നും, കാർമയൊക്കെ വന്നു കഴിഞ്ഞ് ഇരുട്ട് കൂടി. പക്ഷേ ഇതുവരെ പെയ്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ദിവസം മഴ പെയ്യും തോന്നുന്നുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അവിടെ പോയിട്ട് ഇനി സ്റ്റേ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ. കഴിഞ്ഞ വർഷം കൊണ്ടുവച്ച ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും വിറകും സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ കാറിൻ്റെ ഡിക്കിയിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്ന് നോക്കിയിട്ട് വേണം. അപ്പം ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നത് ചേട്ടൻ്റെ ഫ്രണ്ട് ജിയാദും വൈഫും ഉമ്മയും കുട്ടിയൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് പോണേക്കാൻ മുൻപ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ചിക്കനും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കുബൂസ്, അമ്മൂസ്, മയണൈസ്, ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടി സ്പിന്നീസിലേക്ക് വന്നേക്കാണ്. എവിടേക്കാണ് പോണേന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇന്ന് പോണത് ദുബായിൽ തന്നെ അൽകുദ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ലവ് ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലേക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് നൈറ്റ് ക്യാമ്പിങ്ങിനൊക്കെ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ക്യാമ്പിങ്ങിന് പോയിട്ടില്ല, പക്ഷേ അവിടെ ഇങ്ങനെ ജസ്റ്റ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആദ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അവർ വാങ്ങിക്കുന്നത് ഇത് നമ്മളൊരു അറബിക് ബ്രെഡ് പോലെ ഒരു ടൈപ്പ് സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ അതിന് തന്നെ കുബൂസായിട്ടോ എടുക്കണേ. അപ്പോൾ 2-3 ടൈപ്പൊക്കെ മിക്സ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കണേ. വേണമെങ്കിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ നാഷണൽ ഡേ സ്പെഷ്യൽ കേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഫ്രീസറുള്ള ഭാഗത്തുണ്ട്. ഇവിടുത്തെ ഫ്രീസറൊക്കെ ഉള്ള സെക്ഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണം കേട്ടോ ഹമ്മൂസും മയണൈസൊക്കെ നോക്കാൻ. വേറെ എന്തൊക്കെയോ ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ. ഹമ്മൂസ് അത് നോക്കിയിട്ട് കാണണേ ഇല്ല. ഇവിടെ ഇല്ലേ ഹമ്മൂസ്? ഹമ്മേഴ്സ് നോക്കി കിട്ടാണ്ടായപ്പോൾ പിന്നെ അടുത്തത് വേണ്ടത് ഗ്ലാസ് ആണ് കേട്ടോ. പ്ലേറ്റ് അവരേലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം വന്ന് ഗ്ലാസ് എടുത്തു.
ഹമ്മൂസ് മയണൈസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സെക്ഷനിലുണ്ടെന്ന് കേട്ടോ അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളിവിടെ ഫുൾ അരിച്ച് പറക്കിയിട്ട് ഞങ്ങൾക്ക് ഹമ്മൂസ് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ഈ ഒരു ഗാർലിക് ഡിപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ടൈപ്പ് സാധനമൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഗാർലിക് ഡിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഒരെണ്ണെടുത്തിട്ടുണ്ട്. ഹമ്മൂസ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ സാധനം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുക്കീസൊക്കെ നോക്കി എന്ത് റേറ്റാ. ഹമ്മൂസ് ഇവിടെ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു കേട്ടോ. കാരണം ഇവിടത്തെയൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ്. പക്ഷേ കണ്ടില്ല, ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര നോക്കിയിട്ട് സാധനം ഇവിടെ കിട്ടണില്ല, അതിൻ്റെ ഉള്ളിലൊന്നും കാണാനില്ല കേട്ടോ. ഇനി അടുത്ത് വേണ്ടത് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. സ്വീറ്റ് കോൺ ചുട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ സ്വീറ്റ് കോൺ തന്നെ വേണമെന്നൊന്നുമില്ല, മറ്റേ സാധാ കോണായാലും ചുട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ചുടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ, പിന്നെ അതുപോലെ പൊട്ടറ്റോയും കൂടി ഇതുപോലെ ചുട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വന്നു കേട്ടോ. അത് കിട്ടാണ്ടായിട്ട് നടന്ന് വരുമ്പോഴാട്ടോ ഈ സ്നാക്സ് ഒക്കെ ഇരിക്കണേണ്ടത്. പിന്നെ എന്തായാലും അതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിക്കാട്. 3 ചിക്കൻ സമൂസയായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ബില്ലടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇനി ബാക്കി സാധനങ്ങളൊക്കെ പോണ വഴിക്ക് വാങ്ങിക്കുക. ഞങ്ങൾ വാങ്ങിച്ച സമൂസ ഉണ്ടല്ലോ, ചെറുതായി ഒന്ന് പണി പാടി പോലെ ഉണ്ട് കേട്ടോ. കവർ പിടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല. പക്ഷേ സാധനം പുറത്തേക്ക് എടുത്തപ്പോഴാണ് നമ്മളൊരു സാധനം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലത്തെ. ഞങ്ങൾ വാങ്ങിച്ച സെക്ഷൻ അങ്ങനത്തെ ആയിരുന്നു എന്ന് തോന്നണം കേട്ടോ. നമ്മൾ ഐറ്റം എടുത്തിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കി തരും, അങ്ങനെ എന്തോ ഒരു സെക്ഷൻ ആയിരുന്നു എന്ന് തോന്നണം കേട്ടോ. അത് കൊണ്ടുവന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു തണുത്ത സമൂസ. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഫില്ലിങ്സൊക്കെ സമൂസയുടെ ചിക്കൻ ഫില്ലിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സാധനം. സമൂസ കഴിക്കുമ്പോൾ പറയുമായിരുന്നു കേട്ടോ, ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ തണുത്ത സമൂസ കഴിക്കുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന വഴിക്കാനായി ഒരു സൂപ്പർ മാർക്കറ്റ് കയറി കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല തിരക്ക് കണ്ടാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് നല്ല മടിയാട്ടോ. അതുകൊണ്ട് പിന്നെ അവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ദേ നമ്മൾ അൽക്കുതിരയുടെ ആ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ലേക്കിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് കഴിഞ്ഞു കേട്ടോ. കുറേ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട റോഡാണ്. വീക്കെൻഡൊക്കെ ആയിട്ടേ പോണ വഴിക്ക് ഇതേ ഫുൾ ആളുകളാണ് കേട്ടോ. നിറച്ച് ടെൻ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ എത്തി സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ ഇട്ടുന്നുണ്ട്. അപ്പോൾ അവിടേക്കാട്ടോ പോയോണ്ടിരിക്കണേ. അങ്ങനെ ദേ അവർ അയച്ചെന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാർ ഞങ്ങൾ കുറച്ച് നീക്കിയിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു കേട്ടോ. നിറച്ച് കാറുകളായിട്ടേ വണ്ടിയൊന്നും ഇടാനായിട്ട് സ്ഥലമില്ല. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോൾ വെറുതെ ഇവിടെ ഉറക്ക പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡൊക്കെ വെച്ച് ചാർക്കോളൊക്കെ ഇട്ട് ഇവിടെ തീ കത്തിച്ച് കനലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജിയാദിൻ്റെ ഉമ്മ ഓടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മോൻ.
ആദ്യം തന്നെ ഇതേ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെക്കണം കേട്ടോ. ഇങ്ങനെ ചെറുതും വലുതൊക്കെ കിട്ടും, ചെറിയ റേറ്റിന് കിട്ടും കേട്ടോ നമുക്കിത്. പിന്നെ ചാർക്കോളും വാങ്ങിക്കാൻ കിട്ടും. അതാദ്യം തന്നെ ഇതിലിട്ട് ഇതിനൊരു ലിക്വിഡ് ഉണ്ട് കേട്ടോ. ആ ലിക്വിഡ് ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് വീശി കൊടുത്ത് കഴിഞ്ഞിട്ട് അത് കനലാക്കണം കേട്ടോ. കനലാക്കിയിട്ട് പിന്നെ ആ ഒരു ചൂടാണ് നമ്മുടെ ഒരു പാൻ പോലത്തെ സാധനം ഉണ്ട് കേട്ടോ ഗ്രില്ലിൻ്റെ, അതിൽ ചിക്കനാ ഫിഷാ എന്താണെന്ന് ചോദിച്ചാൽ വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയർ. ഞാൻ നിൽക്കണതിനെ തൊട്ട് ബാക്കിലായിട്ട് ആളുകൾ നിറച്ച് ടെൻ്റൊക്കെ അടിച്ചേക്കാണ് കേട്ടോ. അവരൊക്കെ കാറുകളും കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിട്ട് ബാച്ചിലേഴ്സ് ആയിരുന്നു കേട്ടോ. അവരവിടെ ഭയങ്കര പാട്ടും ബഹളവും ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് കാറിൽ നിന്ന് ഇറക്കി കേട്ടോ. കൊണ്ടുവന്നൊരു പായൊക്കെ വിരിച്ച് എല്ലാം ഇവിടെ കൊണ്ടിങ്ങനെ ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ കൊണ്ടുവന്നിങ്ങനെ നിരത്തി വയ്ക്കിയിട്ടുണ്ട്. അവിടെ അതേ കനലൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അതേ സാധനം എടുത്തു കൊണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൽ വേണം കേട്ടോ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്ന ചിക്കനൊക്കെ പരത്തി വെച്ചിട്ട് അതിൽ കൊണ്ടുവയ്ക്കാൻ. ചെറിയ ബോക്സ് പേടിയാണ്ട് ചിക്കൻ എടുക്കാൻ പറഞ്ഞാൽ ചിക്കൻ എടുത്തത് കേട്ടോ. രണ്ട് പീസ് ഓരോരുത്തർക്ക് രണ്ട് പീസ് വെച്ചിട്ട് ഓരോരുത്തർക്ക് ഉണ്ടാവും. ഡോറ് ഫോറ നമ്മള് അന്നൊരു വട്ടം മീൻ വാങ്ങിയില്ല. ഇവിടെ കുറച്ച് ഗ്യാപ്പാണ് കയറ്റിയേക്ക് അങ്ങോട്ട് ഇറക്കിയേക്കായിരുന്നു. അതിന് മേലില്ല, ഇതൊന്ന് കുറച്ച് നീക്കി ഫ്രണ്ടിക്ക് മേലെ അതിന്റെ കാലുകൊണ്ട് പൊട്ടലി. ഓക്കെ ഓക്കെ അവിടുന്ന് സപ്പോർട്ട് അറ്റത്ത് സപ്പോർട്ട് ചെയ്തു. ഉരുളക്കിഴങ്ങൊക്കെ അടിപൊളിയാക്കാം. കുട്ടിയുടെ കാല് നോക്കിക്കട്ടെ സേന കുട്ടിക്ക് നിശ്ചയില്ലാത്തത് അത് കാലൊക്കെ തെറിപ്പിച്ച് പൊക 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 സോസ് തന്നെ. ആയ നമുക്ക് തിന്നാം.
എന്താ പശുവാരി അല്ല ഒട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സോസും ഹണി എല്ലാതും ഉണ്ട്. കരിയുണ്ടാ ഇല്ലല്ലോ? താഴത്തേക്ക് വീണുണ്ട്. നല്ല മണം വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറുക്കി 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 പരിവാക്കണതാ. ഗ്രീൻ മില്ല് ഇത് പറ്റില്ല. മറ്റേതാക്കണ്ട ഗ്രീൻ ആക്കണ്ട. ഗ്രീൻ ആക്കുന്നുണ്ട്. അതായത് മീൻസ് ഇത് ഇങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാലേ അത് അധികം നേരം വെക്കരുത്. ഞാൻ കരിയില്ലല്ലോ. ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ വേറൊരു ഗ്രില്ലെടുത്ത് അതിലിതേ പൊട്ടറ്റോ ആ ചിക്കൻ്റെ മസാലയൊക്കെ തേച്ച് കോണും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കനാ ചോപ്പാതി എടുത്തു. ഒരു ട്രിപ്പ് വെക്കാനുണ്ടായ ചിക്കനൊക്കെ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ര മതിയല്ലോ, ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യം വെച്ച ചിക്കനും പിന്നെ വെച്ച കോണും പൊട്ടറ്റോ ഒക്കെ അതേ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് താഴ്ത്തി വിരിച്ച മാറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീനാക്കി നമുക്ക് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിരത്തി വയ്ക്കുക. നല്ല കുട്ടിയായിട്ട് കസാര ഇരുന്ന് സ്പൂണ് തുടക്കിയാണ് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് അല്ല, ഞാനും ചേട്ടനും അവിടെ കണ്ടിട്ടില്ല. ക്ലിയർ ഇല്ലാടി. കുഴപ്പമില്ല, രാത്രിയാന്നുള്ള കാരണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചായ വെക്കാൻ വേണ്ടി ഇവിടെ അതും തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങി അതിൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എങ്ങനെ ചായ അടിക്കുക? പൊടി എങ്ങനെയാണെന്നറിയോ? എത്ര ഉണ്ട് കേട്ടോ? ഇത് ഫുള്ളിടാൻ വേണ്ട, നോക്കിട്ട് ആവശ്യത്തിന്. ഇട്ടോ ഫുള്ളായിട്ടൊന്നോ? അയ്യോ ഇട്ടോ അരിക്കാനൊന്നും ഇല്ല ചേട്ടാ. മതി മതി മതി. അതാണ് ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ അടിച്ചാൽ പഞ്ചസാരത്തിട്ടേ അതിക്കണ്ട് ഒഴിച്ചു കൊടുത്താൽ അധികം കറക്റ്റാ. ഓരോ ഗ്ലാസ് എടുത്തോളി. മതി വാങ്ങിയ 4 സ്പൂൺ ഇട്ടിട്ടേ 4 സ്പൂൺ ആകെ 2 സ്പൂൺ ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെ 4 സ്പൂൺ? അതുകൊണ്ട് എന്താക്കിട്ടുള്ളൂ. ഇവർക്ക് മറ്റുള്ളവർക്ക് ഇടുന്നവർക്കും പേടിയാ. പച്ചവെള്ളം
ചായ വേണം അതല്ലേ? നല്ല മധുരമുണ്ട്. നല്ല മധുരം അല്ല കൂടെ എനിക്ക് ഇഷ്ടമായി മതി മതി മതി. വലിയ ചൂടൊന്നുമില്ല. അയ്യോ കുടിക്കാനുള്ള ചൂടുണ്ടാവുള്ളൂ അല്ലേ? ആ പഞ്ച ഇത് ഇതില് പഞ്ചസാരല്ലടി കുഴപ്പമില്ല, എൻ്റെ ഉണ്ടല്ലോ. ആ മതി മതി. ഇരിക്കണ പോലെ ഉണ്ട്. ഇത്ര ഉള്ളൂ. 5-6 പീസ് കൂടെ ഉണ്ടായിരുന്നു. എലിയ കൊടുത്തുണ്ടോ? ചൂടാക്കണ്ട. ഇത് തണുത്തിരിക്കുന്നുണ്ട്. അതെ ജി അത് തന്നെ എടുത്തിട്ടുണ്ട്. അതെ ആ എനിക്ക് ചൂടാക്കി ഇത് ചൂടാക്കുമ്പോ അതാകെ ഫ്രിഡ്ജിൽ നിന്ന് ഇട്ട പോലത്തെ സാധനം. ജസ്റ്റ് ഒരു ചൂടാക്കില്ല, അത്ര ഉള്ളൂ. കാര്യമില്ല. വണ്ടിയുടെ ബാക്കിലുണ്ട്. ചായ പറയണ്ട കേട്ടാ. ഇതോ കൊടുത്തേ. വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ്. അപ്പം അന്ന് കത്തിക്കാൻ പറ്റിയില്ല. നമുക്കങ്ങനെ ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പം അതിന് വേണ്ടി ആ ചാർക്കോൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ട് വിറക് കത്തിച്ചാൽ പിന്നെ വേസ്റ്റ് അവിടെ ഒന്നും ആവില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ വെച്ച് കത്തിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോരെ. കത്തലൊരു കത്തലല്ലേ. ഒരാളല്ല അല്ലേ ഉമ്മ സ്ട്രോങ് ചെയ്ത കാറ്റ് കാറ്റ്. അമ്മേ അമ്മേ എന്താ ഇത്? സാധനം അത് കുറച്ചും കൂടെ ഒഴുക്കി ഒന്നും ആയിട്ടില്ലേ? പൊട്ടി തെറിക്കുന്ന കൊണ്ട് നിർത്തിയല്ലേ. ഇവിടെ ഒന്നും കത്തിയിട്ടില്ല. പെട്ടെന്ന് കത്തുപിടിയാണ് പെട്ടെന്ന് കത്തുപിടിയാണ് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടാണ് അന്ന് നമ്മള് മേടിച്ചത്. ഹായ് നല്ല സുഖമുണ്ട്. ആത്മഹത്യ നടക്കുക. ബാക്ക്ഗ്രൗണ്ട് സെറ്റാ. അത് നമുക്ക് ചെറുതായിട്ട് I like Alhamdulillah. I like കുറച്ച് നേരം ഞങ്ങളവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ സമയം ഒരു 12 മണിയൊക്കെ ആവാറായപ്പോഴേക്ക് നല്ല തണവായിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യണില്ല. പിന്നെ ഈ വിറകൊക്കെ കത്തിച്ച സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് നമ്മൾ അവിടെ തന്നെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തീയൊക്കെ അണച്ച് പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിടും കേട്ടോ. സ്റ്റാൻഡ് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി നേരെ കറി കൊണ്ട് കയറ്റാണ്. ഇവിടെ അടുത്ത് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും അവിടെ ക്ലീൻ ആക്കി ഫുള്ള് സാധനങ്ങൾ ഇതേ വണ്ടിയിൽ ഏറ്റുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ചിക്കൻ ചുടലൊക്കെ കഴിഞ്ഞ് അവർ ആ വഴിക്കും പോയി, ഞങ്ങൾ ഇങ്ങോട്ടും പോന്നു കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനും പറ്റിയില്ല, നല്ല തണവുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിന്നില്ല. രാവിലെ നിൽക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലത്തെ ആ വ്യൂ ഒക്കെ, അവിടെ ഒരു ലേക്കിൻ്റെ സൈഡായതുകൊണ്ട് താറാവും പിന്നെ പോണ വഴിക്ക് ഇങ്ങനെ മാനൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.